അസ്സലാമു അലൈക്കും. തഫ്സീർ വായന ഭാഗം 48. ഉദാഹരണമായി ഇസ്ലാമിലെ സക്കാത്ത് പദ്ധതിയെക്കുറിച്ച് പ്രസംഗിച്ചേക്കാവുന്ന ഒരു അമുസ്ലിം അതേ സമയത്ത് അതിനേക്കാൾ ഖുർആൻ വില കൽപ്പിച്ചിട്ടുള്ള നമസ്കാരത്തെപ്പറ്റി പുച്ഛിച്ചു സംസാരിച്ചേക്കും. കാരണം സക്കാത്തിൻ്റെ പ്രായോഗിക തലത്തെക്കുറിച്ച് അയാൾക്ക് കുറെയെല്ലാം മനസ്സിലാക്കുവാൻ കഴിയും. നമസ്കാരത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യത്തെപ്പറ്റി ഊഹിക്കുവാനും ചിന്തിക്കുവാനും അയാൾക്ക് സാധിച്ചെന്ന് വരില്ല. നേരെ മറിച്ച് ഖുർആനിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും വിശ്വസിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അവ രണ്ടിനുമിടയിൽ വ്യത്യസ്തമായ ഒരഭിപ്രായം ഉണ്ടാകുവാൻ നിവൃത്തിയില്ല. അതുപോലെ തന്നെ ഇസ്ലാമല്ലാത്ത ഏതെങ്കിലും ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിലെ ഏതാനും കർമ്മങ്ങളെ തത്വപരമായിട്ടെങ്കിലും സ്വീകരിക്കുവാൻ കഴിയും. അതേ സമയത്ത് അതിലെ ചില ശിക്ഷാ നിയമങ്ങളെയോ വൈവാഹിക നിയമങ്ങളെയോ അനുകൂലിക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഖുർആനിലെ പ്രതിപാദ്യ വിഷയങ്ങളാകട്ടെ നാനാമുഖങ്ങളോടുകൂടിയവയായിരിക്കും. നിരീശ്വരവാദികളെയും നിർമ്മതവാദികളെയും ഉദ്ദേശിച്ചിട്ടുള്ളത് മതാവലംബികളാണെങ്കിലും ദൈവിക മതാവലംബികളല്ലാത്തവരെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഏകദൈവ വിശ്വാസികളാണെങ്കിലും നേർമാർഗത്തിൽ നിന്ന് പിഴച്ചു പോയവരെ സംബന്ധിച്ചിട്ടുള്ളത് ഖുർആനിനെയും പ്രവാചകനെയും സ്വീകരിച്ചിട്ടുള്ള സത്യവിശ്വാസികളെ അഭിമുഖീകരിച്ചുള്ളത് ഇങ്ങനെ പല രീതിയിലുമുള്ളതായിരിക്കും. ആകയാൽ ഏതേതു തുറകളിലൂടെയാണ് അത് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്ന് നോക്കിയും ഏതടിസ്ഥാനത്തിലാണ് അത് പ്രതിപാദിക്കുന്നതെന്ന് ആലോചിച്ചും വേണം ഓരോന്നിൻ്റെയും തെളിവും ന്യായവും പരിശോധിക്കുവാൻ. മൗലിക സിദ്ധാന്തങ്ങളും ശാഖാ നിയമങ്ങളും ഒരേ മാനദണ്ഡം വെച്ചുകൊണ്ട് അളക്കുന്നതും യുക്തമല്ല.